നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒടിവ്, ചതവ്, ഉളുക്ക്, പിടലി വേദന അല്ലെങ്കിൽ ബാക്ക് പെയിന്, നീർക്കെട്ട് ഉണ്ടാവുക, കാലിൻ്റെ മുട്ടിനൊക്കെ നടക്കാൻ പറ്റാത്ത തരം തേയ്മാന ബുദ്ധിമുട്ടുകൾ, അവിടെ കൂടുതൽ ചുവന്ന് തടിച്ചു വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ പറയട്ടെ. ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെ, മുറിവെണ്ണ തന്നെയാണ്. ഈ മുറിവെണ്ണ തന്നെ അതിൻ്റെ മറ്റൊരു ഫോമിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇത് പ്രായമായവർക്ക് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചോ? അല്ല, ഇത് കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങളുള്ള വീടാകുമ്പോൾ നമുക്കറിയാം, ഇടയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേദനയും അവിടെ ഇങ്ങനെ ബമ്പായിട്ട് അല്ലെങ്കിൽ പൊങ്ങി വീർത്ത് വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്, നെറ്റിയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, മുറിവ് സംഭവിച്ചിട്ടുണ്ടല്ലോ, തീപ്പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലോ ഒക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓയിലാണ് മുറിവെണ്ണ എന്നുള്ളത്. ടെന്നീസ് എൽബോ, ഗൗട്ടി ആർത്രൈറ്റിസ്, ലിഗമെന്റ് ടിയർ പോലുള്ള പ്രശ്നങ്ങളും മസിലിന് പെയിന് വരുന്ന അവസ്ഥയിലും ഒക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനിയാണെങ്കിലോ ചില സമയങ്ങളിൽ നമുക്ക് മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതല്ലേ. പേര് പോലെ തന്നെ മുറിവിന് ഉപയോഗിക്കുന്ന എണ്ണ മാത്രമല്ല, മറ്റു പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് മുറിവിനും ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. നമുക്കൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് ചെറിയ ഒരു തുണിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടണിലോ ഇതുപോലെയുള്ള മുറിവെണ്ണയാക്കിയതിന് ശേഷം ആ ഭാഗത്ത് കെട്ടിവെക്കാം. ഇനിയിപ്പം അധികം വേദനയുള്ള സമയത്ത് ഒരുപാട് തടവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് സമയം നമ്മളവിടെ വെച്ച് ഇരിക്കണം. ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നീട് ചൂടുള്ള വെള്ളത്തിൽ അല്പം കല്ലുപ്പും പുളിയുടെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് അവിടെ ഒന്ന് ചൂട് പിടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദനയെ ശേഷം മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർവിക്കൽ സ്പോണ്ടൈലോസിസോ ലെമ്പർ സ്പോണ്ടൈലോസിസ്, കഴുത്തിനുണ്ടാവുന്ന വേദന, നടുവിനുണ്ടാവുന്ന വേദന, ഇതൊക്കെ മാറ്റാൻ നമുക്ക് ഈ ഒരു മുറിവെണ്ണ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനി തേയ്മാനം ഇതുപോലുള്ള കുറച്ച് ഏജ് ആയിട്ടുണ്ടാവുന്നതാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്തരം എണ്ണ അപ്ലൈ ചെയ്യുന്നതും ടീനേജേഴ്സിനൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവരങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിൻ്റെ മറ്റൊരു ഫോമാണ് ബാം എന്നുള്ളത്. മുറിവെണ്ണ ബാം ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഷോപ്പിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇത്തരം ഭാഗങ്ങളിൽ തലയൊക്കെ ഒന്ന് വീണ് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ മുഴച്ചു വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അവിടെ ഒന്ന് ഈ ഒരു ബാം അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇനി കിച്ചണിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിൽ കറ്റാർവാഴ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും. പിന്നെ വെളിച്ചെണ്ണ ബേസിലാണ് ഉണ്ടാക്കുന്നത്. മറ്റ് ഓയിലുകളുടെ പോലെ നല്ലെണ്ണയോ മറ്റുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കാസ്റ്റർ ഓയിലൊന്നും വെളിച്ചെണ്ണ ബേസിലാണ് തയ്യാറാക്കുന്നത്. ഉങ്ങ്, വെറ്റില, കരിമുരുക്കിൻ ഇല, അതായത് മുള്ളില്ലാത്ത കരിമുരുക്കിൻ്റെ ഇല, ചെറിയ ഉള്ളി, കറ്റാർവാഴ, മുരിങ്ങയില, ശതാവരി കിഴങ്ങ്, നിലവാക, രാമച്ചം, ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. ഇതിൽ യോഗമൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഓരോ ബ്രാൻഡുകളും മാറി മാറി ഇൻഗ്രീഡിയൻസ് മാറ്റം വരാറുണ്ട് ഉപയോഗിക്കുന്നതിൽ. ചിലർ നമ്മൾ എത്രത്തോളം മരുന്ന് എടുക്കുന്നു എന്നുള്ളതിൻ്റെ അതേ അളവിൽ തന്നെ ചങ്ങലം വരണ്ട എടുത്തിട്ടും എണ്ണ കാച്ചാറുണ്ട്. ഇത് അസ്ഥി ഒടിവിന് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് തരുന്നതാണ്. അപ്പം ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴായാൽ പോലും നമ്മളത് ദേഹത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട്. അത് സാധാരണ പോലെ അപ്ലൈ ചെയ്യുന്നതിലും പെട്ടെന്ന് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ നല്ലത് ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്ത് അല്പം വെള്ളം ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് അത് ഈ വെള്ളത്തിൽ വെച്ചിട്ട് കിട്ടുന്ന ആ ചൂടുണ്ടല്ലോ, ആ ചൂടോടെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. നേരിട്ട് ചൂടാക്കേണ്ടതില്ല. അല്ലെങ്കിൽ പാത്രം ചൂടാക്കിയിട്ട് ചൂടുള്ള പാത്രത്തിലേക്ക് മുറിവെണ്ണ ഒഴിച്ച് ചൂട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് ആണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതിപ്പോൾ എവിടെ വേദനയുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മുറിവെണ്ണ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഡ്രോപ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചും പ്രകൃതി അനുസരിച്ചൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ സ്വയം ചികിത്സ പാടില്ല ഉള്ളിലേക്ക് എടുക്കുന്നത്. പുറമെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഈ ആയുർവേദത്തിൽ നമ്മൾ പിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ഇതിനെ പറയുന്നത്. അതായത് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രമാണ് വേദന എന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഇളം ചൂടുള്ള എണ്ണ ഇതുപോലെ ഒരു കോട്ടൺ പാഡിൽ നന്നായിട്ട് ഒഴിച്ച് ആ ഭാഗത്ത് ഒരു 30 മിനിറ്റ് വയ്ക്കുക. ആ ഒരു കുറച്ചധികം എണ്ണ എടുക്കുക. എന്നിട്ട് അത്
മുക്കിയിട്ട് ആ ഭാഗങ്ങളിൽ വെച്ച് അതിനുശേഷം ചൂട് പിടിക്കുകയും കൂടെ ചെയ്താൽ 2-3 ദിവസം അതിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റം കാണാനായിട്ട് പറ്റും. തലവേദനയുള്ള പ്രശ്നം ഉള്ള കേസിലൊക്കെ ആണെങ്കിലും നമുക്കിതിന് ഇത്തരം മുറിവെണ്ണയുടെ ബാം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് മുഖക്കുരു വന്നിട്ടുള്ള കേസൊക്കെ ഉണ്ടല്ലോ, അത്തരം കേസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വഴിയുണ്ട്. മുറിവെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കുരു വന്ന ഭാഗത്ത് ആ സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ഡ്രോപ്പായിട്ട് ആ പിമ്പിളിന് തൊട്ട് മുകളിലായിട്ട് മറ്റുള്ള ഭാഗങ്ങളിലൊന്നും ആവാതെ ഓയിൽ അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അത് ഫുൾ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ചെയ്യരുത്. ആ പിമ്പിളിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് പസ് പുറത്തേക്ക് വരുമോ അല്ലെങ്കിൽ ആണി അതിൽ നിന്ന് പോവുകയോ ഒക്കെ ചെയ്തിട്ട് അധികം പാട് വരാതെ പെട്ടെന്ന് ഈ മുഖക്കുരുവിനെ മാറ്റാനുള്ളൊരു ടിപ്പാണിത്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മുറിവെണ്ണ. ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നതിൽ കുറച്ച് ശ്രദ്ധയും കൂടെ കൊടുക്കണം. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വൂണ്ടിൽ ഉപയോഗിക്കാമെന്നുള്ളത്. അത് ഫ്രഷ് ബ്ലീഡിങ് വൂണ്ടാണെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം ആ ഒരു മുറിവിൻ്റെ നിറവ്യത്യാസം വന്നു തുടങ്ങി കഴിഞ്ഞാൽ അതിനെ ഉണക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചർമ്മത്തിൽ തന്നെ മാറ്റം വരുത്താനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെയാണ് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ. പൊള്ളലേറ്റ ആ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ട് പൊങ്ങി വരുന്നൊരു കുമിള പോലെ വരുന്നൊരു സമയമുണ്ടല്ലോ, അതും അല്ലെങ്കിൽ അതിൽ നിന്ന് നീര് വരുന്നൊരു സമയമൊക്കെ, ആ സമയത്തൊന്നും മുറിവെണ്ണ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് കൂടുതൽ ഇൻഫെക്ഷൻ ആക്കാനാണ് സാധ്യത. ഇത് അറിവില്ലായ്മ കൊണ്ടുപോലും അങ്ങനെ ചെയ്തു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഇതും കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചർമ്മത്തിന് നിറവ്യത്യാസം വരുന്ന സമയത്ത്, ചർമ്മം ഒക്കെ ആവുന്ന സമയത്ത് മുതലാണ് നമുക്ക് ഈ മുറിവെണ്ണയെ ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ഡിസ്ലൊക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചിലർക്ക് കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കുഴ തെറ്റിയ പോലെയൊക്കെ വരുമല്ലോ, ആ സമയത്ത് മുറിവെണ്ണ വളരെയധികം ഗുണം ചെയ്യും. ഇനി ചിലർക്കാണെങ്കിലോ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പറയാം. നമുക്ക് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അസഹ്യമായിട്ടുള്ള വേദന, ആ ഭാഗത്ത് നല്ല റെഡിഷ് കളറായിട്ട് നല്ല നീരും വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എല്ലിന് ഫ്രാക്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ എണ്ണ ഉപയോഗിച്ചിട്ട് തടവാൻ പാടില്ല. ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, നല്ല മസാജ് ഒന്നും കൊടുക്കരുത് എന്നുള്ളത്. അതായത് നമ്മളൊരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്ന ആ ഒരു എമർജൻസി ടൈമിൽ അതുപോലെ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എണ്ണ വെച്ചിട്ട് തടവാൻ പാടില്ല. അത് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനാണ് സാധ്യതയുള്ളത്. ഇനി നമ്മൾ ബാൻഡേഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത്തരം ഭാഗത്ത് അഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലർക്ക് പ്ലാസ്റ്റർ ഇടുന്ന സമയത്തൊക്കെ തന്നെ ഇത് അഴിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ്സ് തിരിച്ചു കിട്ടാൻ, ജോയിൻസിനെ ഫ്ലെക്സിബിൾ ആക്കാനായിട്ടൊക്കെ നമുക്ക് ഈ മുറിവെണ്ണ വളരെ ഗുണം ചെയ്യും. ഇത്തരം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല എണ്ണയാണ് മുറിവെണ്ണ അല്ലെങ്കിൽ ചങ്ങലം വരണ്ട എണ്ണ തുടങ്ങിയിട്ടുള്ള എണ്ണകളൊക്കെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എങ്ങനെ ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ മാക്സിമം ആളുകൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. മുറിവെണ്ണ ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കറക്റ്റായിട്ട് അറിയാൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.